സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷമെന്നും കർത്താവ് തന്നെ സ്നേഹിച്ച ശിഷ്യനാണ്, കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് പല സ്ഥലത്തും കാണാനായിട്ട് കഴിയും. ചില അസ്ഥിരരായ വ്യക്തികൾ അതിനെടുത്ത് ഈ ശിഷ്യൻ അതിന് സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് യോഹന്നാനല്ല വേറെ ആരോ എഴുതിയേക്കുന്നത് എന്നുള്ള നിലയിൽ ഒക്കെ ആർഗ്യൂ ചെയ്യുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മറ്റ് ഈ സ്നേഹിച്ച ശിഷ്യനെന്ന് പറയുന്ന അതേ അർത്ഥത്തോടു കൂടെയാണ് യോഹന്നാൻ തന്നെ അവിടെ ആ നിലയിലും പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് അതിൻ്റെ അവസാന ചാപ്റ്ററുകൾ വായിക്കുമ്പം നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ നമ്മൾ ചിന്തിച്ചതും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു ദൈവവചന ഭാഗമാണല്ലോ. നമുക്കറിയാം, പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു നിലയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പഠിപ്പിക്കൽ വ്യക്തമായിട്ട് അത് വചനങ്ങളിൽ അത് വെളിപ്പെട്ടിരുന്നു. ദൈവവചനത്തിൽ പഴയ നിയമ വചന ഭാഗങ്ങളിൽ തന്നെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ദർശിക്കാവുന്നതാണ്. എങ്കിലും നമ്മൾ ഇന്ന് പറയുന്ന പോലുള്ള ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പുതിയ നിയമത്തിലാണ് അത് വളരെ വ്യക്തമാക്കപ്പെട്ട് നമുക്കത് മനസ്സിലായിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തൃത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി ചോദിച്ചാൽ ഇല്ലാന്നേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു വ്യക്തിയോടെല്ലാം ഇതിൻ്റെ A to Z നമുക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പല ഗുണഗണങ്ങളും ദൈവത്തിൻ്റെ ക്യാരക്ടറും ദൈവം നമ്മളോട് ഇടപെടുന്ന വിധങ്ങളും ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ വചനത്തിൽ ആശ്രയിച്ച് ദൈവവചനം സത്യമാണെന്ന് വിശ്വസിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുമുണ്ട്. അത് നിത്യതയിൽ ചെന്നാൽ പോലും നമ്മൾ കർത്താവിനെ അറിയുന്ന ഒരു അനുഭവത്തിൽ തന്നെയായിരിക്കും അവിടെയും നമ്മളായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തെ അവിടെ ചെന്ന് നേരിട്ട് കണ്ടു എന്നുള്ളത് കൊണ്ട് മനുഷ്യരായ നമ്മൾ, സൃഷ്ടിയായ നമ്മൾ ദൈവത്തെ പൂർണ്ണമായി ഗ്രഹിച്ചു, ദൈവത്തിൻ്റെ സംഗതി ഇങ്ങനെയൊക്കെയാണെന്ന് വരച്ചു കാണിക്കാൻ കഴിയുന്ന ഒരു നിലയിൽ നിത്യതയിൽ ചെന്നാൽ പോലും നമ്മളായിത്തീരുമെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പക്ഷേ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയന് പലർക്കും ഉണ്ടായേക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് യോഹന്നാൻ ഈ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, വെളിപ്പാട് പുസ്തകം പോലും എഴുതിയതിന് ശേഷമാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത് എന്ന് പോലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തുതന്നെ ആയിരുന്നാലും മറ്റു സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ട ഒരു സുവിശേഷവും 1-ാം നൂറ്റാണ്ടിലെ പല ചിന്താഗതികളും സുവിശേഷം മാത്രമല്ല അതിനോട് പാരലായിട്ട് വളർന്നു വന്ന മറ്റു പല തത്വശാസ്ത്ര ചിന്താഗതികളും അന്ന് നിലവിലിരുന്ന മറ്റു പല പ്രധാനപ്പെട്ട ചിന്താധാരകളും ഒക്കെ യോഹന്നാൻ അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ സുവിശേഷം എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള പല ഇഷ്യൂസിനെയും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അഡ്രസ്സ് ചെയ്യാനായിട്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ നമുക്കിവിടെ ഇത് വായിക്കുമ്പോൾ ഇതൊരു പുതിയ ഐഡിയ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. ഞാനും ആദ്യമായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ഞാനൊരു 16 വയസ്സുള്ള ഒരു പയ്യനായിരിക്കുന്ന സമയത്ത് ഇത് വായിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് വായിക്കാൻ ആയിട്ട് എനിക്ക് ലഭിച്ച ഭാഗം എന്നോട് ഇത് തന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത് ഈ സുവിശേഷം വായിക്കണം, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണം എന്ന് പറഞ്ഞ് എന്നെ നിഷ്കർഷിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനും അതുപോലെ മറ്റനേകരെ ക്രിസ്തുവിലേക്ക് നടത്താനും ആ ശിഷ്യത്വത്തിൻ്റെ നിലവാരത്തിൽ അവരെ അഭ്യസിപ്പിക്കാനും ഒക്കെ ദൈവം സഹായിച്ച സമയങ്ങളിൽ ഞാനും അവരോട് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണം. അതിലെ പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധാരണഗതി ഞാൻ കൊടുക്കാറുമുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തു ആരാണ് എന്നുള്ള ഒരു നിലവാരത്തിലേക്ക്, ഒരു കേവലം മാനുഷിക അറിവല്ല, ഒരു ദൈവിക വെളിപ്പാട് തന്നെ ആ വ്യക്തിക്ക് ലഭിക്കത്തക്കവണ്ണം ആ നിലയിൽ ഒരു വ്യക്തിയെ എനേബിൾ ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷമെന്നും ഇന്നലെ പ്രസ്താവിച്ചതുപോലെ തന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു യോഹന്നാനെന്നും നമുക്കറിയാം. ഏറ്റവും അവസാനം ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ടായ ഒരു വ്യക്തിയും യോഹന്നാനാണ് എന്നുള്ള വിഷയം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനവിടെ കാണുന്നതായിട്ടുള്ള കാര്യം, മറ്റ് സുവിശേഷകന്മാരെല്ലാം കർത്താവിൻ്റെ ജനനം, യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ ജനനം, ജീവിതം, ഏർലി ചൈൽഡ്ഹുഡ് ഇതൊക്കെ പറയുമ്പോൾ
സത്യം പറഞ്ഞാൽ യോഹന്നാൻ നമ്മളോട് പറയുന്നത് അവിടെ ഒന്നുമല്ല. ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു നിലവാരത്തിലാണ് ഈ സുവിശേഷം തുടങ്ങിയിരിക്കുന്നതെന്നും, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്, ഹി വാസ് വിത്ത് ഗോഡ് ഇൻ ദ ബിഗിനിങ് എന്നുള്ള നിലയിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അന്ന് വരെ അല്ലെങ്കിൽ നമുക്കൊക്കെ ഉള്ള സാധാരണഗതിയിൽ പെട്ടെന്ന് ചിന്തിക്കാനായിട്ട് ഒരു ടെൻഡൻസി വരുന്നത്, പിതാവായ ഒരു ദൈവം സ്വർഗത്തിലിരിപ്പുണ്ട്, ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ചില ആൾക്കാരെ ഈ ലോകത്തിലേക്ക് ഇങ്ങനെ നിയോഗിച്ചയച്ചു, അങ്ങനെ നിയോഗിച്ചയക്കപ്പെട്ട കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കാനും അങ്ങനെ ചിന്തിക്കാനുമാണ് നമുക്ക് കൂടുതൽ പേർക്കും നമുക്ക് ഒരു ട്രെൻഡുള്ളത്. കാരണം അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടും കൺസീവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഐഡിയ ആയതുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് നൽകാനാണ് യോഹന്നാൻ ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം കർത്താവിനോട് കൂടെ ഇരുന്ന് കർത്താവിൻ്റെ മാറിൽ ചാരി കർത്താവ് ആരാണെന്ന്, അവൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്തെയും വിവിധ അവസരങ്ങളിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് അവസാനം വരെ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായ എല്ലാ അവസരങ്ങളിലും യോഹന്നാൻ അവരോടുകൂടെ മിക്ക സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കർത്താവിനെ വിറ്റ്നസ് ചെയ്ത യോഹന്നാൻ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ പ്രത്യേകതയോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലുള്ള ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ വിവരിക്കാനായിട്ട് നിൽക്കാതെ ഹൂ വാസ് ഈ യേശു കർത്താവ് ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു മൊത്തം ദൈവവചനത്തിൻ്റെയും നമുക്ക് നൽകപ്പെട്ട ദൈവവചനത്തിൻ്റെ മൊത്തം ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് പകരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതാവഹമാണ്. അപ്പം ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ദൈവം ഒരാളെ ഈ ലോകത്തിലേക്ക് അയച്ചു, പാപത്തിന് വേണ്ടി മരിക്കാൻ അയച്ചു, പാപത്തിന് വേണ്ടി മരിച്ചു, അതോടുകൂടെ കാര്യങ്ങളൊക്കെ ശരിയായി എന്നുള്ളൊരു നറേഷൻ ഉണ്ടാക്കാൻ നിൽക്കാതെ എക്സാക്റ്റായിട്ട് യേശു കർത്താവ് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം ഉള്ള ഒരു നിലവാരത്തിലൊക്കെ ഇവിടെ യോഹന്നാൻ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, പിതാവിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയും അതുപോലെ പിതാവ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതിന് തുല്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തിയും പിതാവ് ഉണ്ടായിരുന്നപ്പോൾ മുതൽ താൻ ഉണ്ടായിരുന്നതായിട്ടും, അല്ലെങ്കിൽ പിതാവിനോട് കൂടെ താൻ ഉണ്ടായിരുന്നവനാണ്, അല്ലാതെ ഒരു ആദിയും അന്തവും ഇല്ലാത്ത ഒരു നിലവാരത്തിലാണ് കർത്താവ് തന്നെ പ്രസന്റ് ചെയ്തതെന്നും, അതുപോലെ എല്ലാ കാര്യങ്ങളും പിതാവിനോടുള്ള കോർഡിനേഷനിലും പിതാവിനോടുള്ള കൂടിയാലോചന, പിതാവിനോടുള്ള ഹാർമണിയിൽ തന്നെ നിവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടും, ആ ലോകസ്ഥാപനം മുന്നേ തനിക്ക് മഹത്വം ഉണ്ടായിരുന്നിട്ടും പിന്നെയും തന്നെ ആ മഹത്വത്തിലേക്ക് ചേർക്കണമേ എന്ന് താൻ അരുളി ചെയ്യുന്നതായിട്ടും ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ യോഹന്നാൻ വിവരിക്കുമ്പോൾ നമുക്കറിയാം 7 I am സ്റ്റേറ്റ്മെൻറ്റ്സ്, 7 അത്ഭുതങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളത്, അത് പിന്നെയും പറയാനായിട്ട് ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഒക്കെയുള്ള ഈ വ്യക്തിത്വത്തെ വരച്ച് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് എപ്രകാരം ദുഷ്കരമായിരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഏത് സമയം മുതൽ, എവിടെ മുതൽ ഈ ചരിത്രം തുടങ്ങണം, ഏത് നിമിഷം മുതൽ ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം എന്നുള്ള ചിന്ത ഒരു വ്യക്തിയെ ഭരിക്കുമ്പോൾ യോഹന്നാനും മനസ്സിലാകുന്നത് അത് ദൈവത്തിൻ്റെ വചനത്തിലെ പഴയ നിയമത്തിലെ ആദ്യ ഗ്രന്ഥമായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ ഇൻ ദ ബിഗിനിങ് ദെയർ ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് വായിക്കുന്നത് പോലെ തന്നെ അതേ അർത്ഥത്തിൽ, അതേ സമയം ക്രമത്തിൽ, അതേ ക്രൊണോളജി നമുക്ക് പറയാൻ കഴിയും. ഇറ്റ് വാസ് എന്ന് വെച്ചാൽ സമയം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ്, എന്നാൽ സമയത്തിന് മുന്നേ ഉള്ളവൻ എന്നുള്ള നിലയിൽ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു എന്ന് മോശെ ദൈവത്തെ അനുഭവിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇവിടെ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞേക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളത്.
നമുക്കറിയാം, നമുക്കത് വായിക്കുമ്പം നമുക്കൊരു വേറൊരു കൺസെപ്റ്റായിട്ട് തോന്നും. കാരണം ഭാരതീയമായിട്ടുള്ള കൺസെപ്റ്റിൽ ചിലരൊക്കെ ഒരു ശബ്ദമാണ് ആദ്യം ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മുടെ മിത്തോളജിയിലൊക്കെ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക നിലയിലുള്ള ഒരു ശബ്ദത്തെക്കുറിച്ച്. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം ഒരു സിമിലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ യഹൂദന്മാർക്കും ഈ യോഹന്നാൻ ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള വ്യക്തികൾക്കും ഇതൊരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനത്തെ നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ മറ്റ് ഇതര സ്ഥലങ്ങളിലൊക്കെ യേശു കർത്താവിനെ വചനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമല്ല, ദൈവവചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ദൈവവചനം എന്ന് കർത്താവിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട്. അന്നത്തെ കാലത്തെ യഹൂദന്മാർ നമുക്കറിയാമല്ലോ, YHWH എന്ന് നമ്മൾ എഴുതുന്നത് പോലെ യാവേ എന്ന് ഉച്ചരിക്കേണ്ട ആ നാമം, ആ മഹത്വമുള്ള നാമം അവരാരും അങ്ങനെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കുകയോ യഹോവയുടെ നാമം വൃഥാ ഉപയോഗിക്കരുത് എന്നുള്ള കൽപ്പന അനുസരിച്ച് ആ മഹത്വമുള്ള വിശുദ്ധനാമം അവരൊരിക്കലും ഉപയോഗിക്കാനായിട്ട് നിൽക്കാതെ അതിന് പാരലായിട്ട്, അതിന് പകരമായിട്ട് അഡോണായി എന്നും അങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള പദങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു പദമായിരുന്നു ഈ പറയുന്ന വേർഡ് എന്നുള്ളതും. അപൂർവം അവസരങ്ങളിൽ യഹൂദന്മാർ നിത്യനായ ദൈവത്തെ സിഗ്നിഫൈ ചെയ്യാൻ, ഡിനോട്ട് ചെയ്യാനായിട്ട്, നിത്യനായ ദൈവത്തെ അവർക്ക് പറയാനായിട്ട് അവർ ഈ വചനം എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനിത് നേരെ പോയി വായിച്ചിട്ട് പറയുകയല്ല, അത് പഠിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ കേട്ടതുകൊണ്ട് പറയുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ മാത്രം കരുതിയാൽ മതി, കൂടുതലൊന്നും കരുതണ്ട. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ യവനന്മാരെക്കുറിച്ച് നമുക്കറിയാം. അവർക്ക് പണ്ട് ജ്യോതിർഗോളങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഫിലോസഫിക്കലായിട്ട് വളരെ അഡ്വാൻസ്ഡായിട്ട് നിന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്ന് നമുക്കറിയാമല്ലോ. അവർ വിശ്വസിച്ചിരുന്നത് ദർ ഈസ് എ ഓർഡർ ഫോർ ദ വേൾഡ്. ഈ ലോകത്തിന് തന്നെ ഒരു ഓർഡർ ഉണ്ട്, ഒരു ഉദയമുണ്ട്, ഒരു അസ്തമയമുണ്ട്, സീസൺസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും അതിന് കാരണമായിട്ട് ഒരു വചനമാണ് അതിന് കാരണം എന്നുള്ള നിലയിൽ അവർ പറയുമായിരുന്നു എന്നും കേട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരു കൂട്ടർക്കും അന്യമായിട്ടുള്ളൊരു ഐഡിയയിലല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പം ഈ യവനന്മാർക്കും യഹൂദന്മാർക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റിലാണ് യോഹന്നാൻ ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ പുതിയ ദുർഗ്രഹമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്ന് പറഞ്ഞ് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലൊരു സുവിശേഷം എഴുതി ഇതിപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇത് എവിടെ എന്താന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു നിലയിലല്ല ഇത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. മറിച്ച് അവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് നിത്യനായ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നിത്യനായ ദൈവത്തെ ഡിനോട്ട് ചെയ്യുന്നൊരു പദമാണെന്ന് യഹൂദന്മാർക്കും അതുപോലെ ഈ ലോകത്തിലെ ഓർഡറൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് കാരണമായിട്ടുള്ള ഒരു പ്രപഞ്ച ശക്തിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകാനായിട്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് നമ്മളോട് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ലബ് ഹൗസ് വേദികളിലൊക്കെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് പറയുന്ന പോലെ വചനമാണോ സഭയാണോ ആദ്യം ഉണ്ടായത്, സഭയാണോ വചനമാണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ പ്രതിധ്വനിക്കുന്നത് ഞാനും കേട്ടു. അപ്പം നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞേക്കുന്ന ഈ വചനം ഒരു പ്രീ ഇൻകാർണേറ്റ് വേർഡ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവതരിക്കുന്നതിന് മുന്നേ, ഈ ലോകത്തിൽ വരുന്നതിന് മുന്നേ ദൈവവചനം എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഈ ദൈവവചനം എന്ന് പറയുന്ന സംഗതി നമ്മുടെ കയ്യിലൊരു പുസ്തകമായിട്ട് ബൈബിൾ സൊസൈറ്റി പ്രിൻ്റ് ചെയ്ത് തന്നപ്പോഴോ, അല്ലെങ്കിൽ AD 300 അത് കാനോനായിട്ട് അതിൻ്റെ കാനോനികമായിട്ട് അതിനെ സ്ഥിരീകരിച്ച സമയത്തോ, അല്ല അതിനു മുന്നേ മറ്റ് ചില സഭാപിതാക്കന്മാർ ഇന്ന കാര്യങ്ങളൊക്കെ ആണ് ഇത് ഒറിജിനൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, ഐറേനിയസും അതുപോലുള്ള ചില ദൈവഭക്തന്മാരാണ് യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്, ക്ലമൻറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ ദൈവദാസൻ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ആ സമയത്താണോ ഈ വചനമുണ്ടായത്? അന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ
നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്രിൻ്റ് ചെയ്ത് പുസ്തകമായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പാപ്പിറസ് ചുരുളുകളിലോ അല്ലെങ്കിൽ മറ്റ് പല തുകൽ ചുരുളിലോ ഒക്കെ എഴുതപ്പെട്ട വചനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വചനം തന്നെ നമുക്കറിയാം, പുതിയ നിയമമാണ് നമ്മുടെ കയ്യിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അത് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പഴയ നിയമം നൽകപ്പെട്ട ജനതയെന്ന് പറയുന്ന യഹൂദന്മാരാണെന്നും അവർക്കത് ആ പ്രവാചകന്മാർ മുഖാന്തരം ഭാഗമായിട്ടും വിവിധമായിട്ടും ഒക്കെ നൽകപ്പെട്ടതാണെന്നുള്ള വിഷയം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് എഴുതപ്പെട്ട വചനം, റിട്ടൺ വേർഡ്. അപ്പോൾ ഈ റിട്ടൺ വേർഡ് ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുന്നേ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു. അത് ആദിയിലുണ്ടായിരുന്നു ഈ ദൈവവചനം. അപ്പം ചോദിക്കും, ആദിയിലുണ്ടായിരുന്ന ദൈവവചനമാണോ ഇപ്പോൾ പുസ്തകമായിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ദൈവവചനം എന്ന് പറയുന്ന വ്യക്തി അതൊരു വ്യക്തിയാണെന്നും ആ ദൈവവചനം ദൈവത്തോടു കൂടെ ആയിരുന്നെന്നും ആ ദൈവവചനം ദൈവമായിരുന്നെന്നും ഉള്ളൊരു സാക്ഷ്യമാണ് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യം കൂടുണ്ട്. ഈ റിട്ടൺ വേർഡും അതുപോലെ ആദിയിലുണ്ടായിരുന്ന വചനത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാര്യം പറയേണ്ടത് ദ സ്പോക്കൺ വേർഡ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പ്രവചനമൊന്നും മനുഷ്യൻ്റെ വ്യാഖ്യാനത്താൽ വന്നതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ സംസാരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ പല ദൈവവചനങ്ങളും നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഭക്തന്മാരിലൂടെ ദൈവം സംസാരിച്ചതാണ്. അപ്പം അങ്ങനെ ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെ ദൈവം തൻ്റെ ഹിതത്തെക്കുറിച്ചും തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും നിത്യമായ നിർണയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അനാദിയായ ശാശ്വതമായും ദൈവമായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ചില പദ്ധതികളിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അംശമായിട്ട് ദൈവം വെളിപ്പെടുത്തിയതാണ് അങ്ങനെ ആ സ്പോക്കൺ വേർഡിലൂടെ എന്നുള്ളതും. ആ സ്പോക്കൺ വേർഡാണ് പിന്നീട് റിട്ടൺ വേർഡായിട്ട് നമ്മുടെ കയ്യിൽ ലഭിച്ചത് എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ ഈ ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ പറയുന്ന വചനം ദൈവമായിരുന്നു, അല്ലെങ്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ആ ദൈവമാണോ നമുക്ക്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണോ ബുക്കായിട്ട് അടിച്ച് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ നമുക്ക് ഇച്ചിരി കഴിവില്ലാത്തവർ മാത്രമേ അങ്ങനെ ചോദിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ ആ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്ന ആ ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും ആ ദൈവം നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതുമായ സംഗതിയാണ് നമ്മുടെ കയ്യിൽ പുസ്തകമായിട്ടിരിക്കുന്നത്. ഇപ്പം യോഹന്നാൻ തന്നെ പറയുക, ഈ കർത്താവ് ചെയ്തത് മുഴുവൻ എഴുതാൻ പോയാൽ ഈ പുസ്തകം ലോകത്തിൽ തന്നെ പിടിക്കുകയില്ല. അപ്പം ലോകത്തിൽ പിടിക്കാത്തതൊന്നും അല്ലല്ലോ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന ആകെ 21 അധ്യായമുള്ള ഒരു സുവിശേഷ ഭാഗവും അധ്യായം തിരിച്ചത് നമ്മളാണ്. എന്നാൽ തന്നെ ഇത്രയുള്ളൊരു ഭാഗമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കേണ്ടതിന് നമുക്ക് നൽകപ്പെട്ട യോഹന്നാൻ എഴുതിയ സാക്ഷ്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഈ വചനമായിരിക്കുന്ന അല്ലെങ്കിൽ വചനം ദൈവമായിരിക്കുന്നു എന്ന് പറയുന്ന ആ വചനത്തെക്കുറിച്ചും നമ്മുടെ കയ്യിൽ കിട്ടിയ പുസ്തകത്തെക്കുറിച്ചും ഒരു നിലയിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കഴിയുന്നതല്ല എന്നും, എന്നാൽ നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനും ദൈവവഴികളിൽ നടക്കുന്നതിനും ആവശ്യത്തിൽ അധികവും കാര്യങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതേസമയം തന്നെ ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും എല്ലാം മുഴുവൻ എഴുതി അത് എക്സോസ്റ്റീവായിട്ട് പറയുന്ന ഒരു സംഗതി അല്ല അതിൽ. അതേസമയം തന്നെ ദൈവമാണ് ഇത് നൽകിയത് എന്നുള്ള ഉറപ്പിന് വേണ്ടി ആ ദൈവത്തിൻ്റെ വർക്ക്മാൻഷിപ്പ്, ദൈവത്തിൻ്റെ ആ കരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൂർണ്ണത ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ റിട്ടൺ വേർഡിലില്ല, അല്ലെങ്കിൽ സ്പോക്കൺ വേർഡിലില്ല. അതേസമയം നമുക്കറിയാം, നമ്മൾക്ക് കർത്താവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം നമുക്കറിയാം, ആ ലോഗോസ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഹീബ്രുവിൽ അതിന് വേറൊരു വേർഡുണ്ട്. അങ്ങനെ പറയുമ്പോൾ യഹൂദന്മാർക്കും യവനന്മാർക്കും ഒക്കെ മനസ്സിലാകുന്ന നിലയിൽ തന്നെ യോഹന്നാൻ അത് പ്രസൻറ്റ് ചെയ്തിട്ട് പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ വചനം എന്ന് പറയുമ്പോൾ യേശു കർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നും ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കും മുമ്പേ അവൻ ഈ ലോകത്തുണ്ട് ആയിരുന്നു എന്നുള്ളതും, അത് അബ്രഹാമിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നു,
മോശയ്ക്ക് മുന്നേ ഞാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ അവനെ എറിയാനായിട്ട് തുടർന്ന് കല്ലെടുക്കുന്നത് തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് അത് സംബന്ധിച്ചൊരു ദൈവനിന്ദയോ ബ്ലാസ്ഫമിയോ അല്ല പറഞ്ഞത്, അത് യഥാർത്ഥമായിട്ട് ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്നു മുതൽ ദൈവമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമുക്കങ്ങനെ ആ ഒരു വാക്ക് എവർ സിൻസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. കാരണം ദൈവത്തിന് അങ്ങനെ ഒരു ആദിയും അന്തവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ വിശ്വസിക്കുക. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, അന്ന് ദൈവത്തിൻ്റെ വചനവും ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഈ വചന മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടതൊന്നും അവൻ മുഖാന്തരമല്ലാതെ ഉളവായതല്ല. അപ്പം സകല സൃഷ്ടിക്കും കാരണഭൂതനായിട്ട്, സകല സൃഷ്ടിക്കും കാരണമായിട്ട് ഈ വചനമായി തീർന്നിരുന്നു. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതൊന്നും അവൻ മുഖാന്തരമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതല്ല. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വ്യക്തമായിട്ട് ഈ വചനത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് ദൈവത്തിലുള്ള, നമ്മൾ തൃത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അപ്പോൾ തന്നെ പറയുക, അത് ആ ദൈവീക വ്യക്തിത്വത്തിലെ ആ ഒരു, അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ദൈവമെന്ന് പറയുന്ന ആ ദൈവത്വത്തിലെ ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഈ വചനമെന്നുള്ളതും. ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് നമുക്കറിയാം, ന്യൂ ടെസ്റ്റമെൻ്റ് ആളുകളിൽ ഈ പറയുന്ന ഈ സുവിശേഷത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദൈവത്വത്തെ വളരെ ഒരു മനുഷ്യൻ ഏത് നിലയിൽ അത് ഹയസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമോ ആ നിലയിൽ തന്നെ യോഹന്നാൻ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. തൻ്റെ ദൈവത്വത്തിന് ഒരു ഇടിവും സംഭവിക്കാത്ത നിലയിൽ, പിതാവായ ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ ഒരു കുറവുള്ള ഒരു വ്യക്തിയായിട്ട് അല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. പിതാവായ ദൈവത്തിന് തുല്യനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടും, പിതാവായ ദൈവത്തിൻ്റെ എല്ലാ അധികാരവും, പിതാവായ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുകയും പിതാവായ ദൈവത്തിന് തുല്യനായൊരു വ്യക്തിയായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. നമുക്കറിയാലോ, ഇതിനെയൊക്കെ നമുക്ക് വിവരിച്ചു കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം വാചാലത കൊണ്ടൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ ദൈവവചനം എന്നുള്ളത് നമുക്ക് പരിമിതിയായിട്ട് നമുക്ക് ഓർക്കുകയും. അവിടെ പറയും, ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്. നമുക്കറിയാമല്ലോ, തുടർന്നുള്ള ദൈവവചന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായത്തിലും ഇതിന് തുല്യമായ ഒരു വിവരണം നമുക്കവിടെ കാണാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഇന്ന് തൻ്റെ പുത്രനിൽ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ള ഒരു സാക്ഷ്യം നമുക്കവിടെ കാണാനാണ്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന മിക്ക കാര്യങ്ങളും എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അവിടെ നമ്മൾ പുത്രമുഖാന്തരം അവൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അപ്പം ദൈവത്തിൻ്റെ സകലത്തിനും അവകാശിയാക്കി, അല്ലെങ്കിൽ ദൈവം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവകാശിയാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു, അവനെത്താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. അതും നമുക്ക് തുടർന്ന് ചിന്തിക്കാവുന്നതാണ്. അവൻ മുഖാന്തരം സകലത്തെ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏജൻറ്റ്, ദൈവം ഡയറക്റ്റ് സൃഷ്ടിക്കുകയല്ല ചെയ്തത്, യേശുക്രിസ്തു മുഖാന്തരം, ഈ വചനം മുഖാന്തരം അവൻ സകലത്തെയും ഉണ്ടാക്കി. അവൻ തേജസ്സിൻ്റെ പ്രഭയും, ഇതിനു മുന്നേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തേജസ്സിനെ കാണുന്നത് ആ പ്രഭ കൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തി. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം വാക്യത്തിലും ഇതേ 18-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, അവൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ നമ്മൾ ഇപ്പം കാണുന്നില്ലെന്നേ ഉള്ളൂ, അങ്ങ് നിത്യതയിൽ ചെന്ന് കഴിയുമ്പം പിതാവിനെ നമ്മൾ കാണും എന്നുള്ളൊരു നിലയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ എനിക്ക് അതിൽ തുടർന്ന് ചില വ്യക്തികൾ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പിതാവായ ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പം പോലും നമുക്ക് കാണാം, അതിൻ്റെ 4-ാം അധ്യായം 5-ാം അധ്യായം വായിക്കുമ്പോൾ പുത്രന് ആരാധന ലഭിക്കുന്നു, പിതാവായ ദൈവത്തിനും ആരാധന ലഭിക്കുന്നു. എന്നാൽ പിതാവായ ദൈവത്തെക്കുറിച്ചൊരു റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തേക്കുന്നത്, അല്ലാതെ പിതാവായ ദൈവത്തെ ഏതെങ്കിലും നിലയിൽ അവിടെ വെളിപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. there is a representation of God the Father there. At the same time, who reveals the Father is the Son.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നെന്നും 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നുള്ള ഒരു കാര്യം വായിച്ചപ്പോൾ കാരണം പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പുത്രന്. പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് പുത്രനിൽ അർപ്പിതമായിരിക്കുന്ന ഒരു ഡ്യൂട്ടി. അല്ലെങ്കിൽ പിതാവ് ആരാണോ പിതാവിൻ്റെ ഗുണഗണങ്ങളെ പൂർണ്ണമായി വെളിപ്പെടുത്തുക, പിതാവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുക, പിതാവിൻ്റെ ആലോചനയെ വെളിപ്പെടുത്തുക, അത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിതാവിനെ അല്ലാത്ത ഒരു നിലയിൽ വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ടും നമുക്ക് സാധിക്കത്തില്ല. അതിലൊക്കെ പല ചിന്തകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ കാണാം. എന്നാൽ പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുത്രനാണെന്നും, അതുപോലെ തന്നെ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1:14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ സകല സൃഷ്ടിക്കും, ഈ പ്രോട്ടോട്ടോക്കോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മളിത് പഠിച്ച സമയത്ത് ഇവിടെ പറയുകയുണ്ടായി. അത് ഉദ്ദേശിക്കുന്നത് ദൈവം ക്രിസ്തുവിനെ ആദ്യം സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ സകല ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും ഉള്ള അവകാശി എന്നുള്ള നിലയിലാണ് ആ പദം പറഞ്ഞേക്കുന്നതെന്നും, അല്ലാതെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ആദ്യം യേശുവിനെ ഉണ്ടാക്കി പിന്നെ യേശു മുഖാന്തരം ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ ഈ പുത്രനുമുണ്ട്. ആ പുത്രൻ പിതാവിനോട് കൂടെയായിരുന്നു, ഈ വചനമായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു എന്നുള്ള സാക്ഷ്യമാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുപോലെ സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ ആ കർത്താവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വളരെ കമ്പിവാചകങ്ങൾ അത് പറഞ്ഞു പോകുന്നത്. നോക്കിയാട്ടെ, ഉളവായത് എന്ന് അവിടെ ശേഷം അവിടെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം ഈ കർത്താവിൽ ജീവൻ ഉണ്ടായത്, യോഹന്നാൻ്റെ സുവിശേഷം മൊത്തം നമ്മൾ വായിക്കുന്ന കാര്യമാണ്. നമുക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാനും, കള്ളൻ വരുന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനുമായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാൻ. നമുക്കറിയാമല്ലോ, ദൈവമാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ജീവൻ്റെയും നമ്മുടെ മാനസികമായ ജീവൻ്റെയും ഒക്കെ സോഴ്സ്. എന്നാൽ ആ ജീവനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവൻ ആ നിത്യതയുടെ അല്ലെങ്കിൽ നിത്യജീവൻ്റെ ഓഹരിക്കാരനായിട്ടും ദൈവിക ജീവൻ്റെ പങ്കാളിയായിട്ടും തീരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഏറ്റവും വലിയ കാര്യം എന്തായിരുന്നു? നമുക്കറിയാം, എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം വായിക്കുമ്പോൾ ഇനി സഭയാണെന്ന് പറയുന്നവരൊന്നും നിരാശപ്പെടേണ്ട. കാരണം ദൈവത്തിൻ്റെ അനാദികാലം മുതൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രിസ്തുവും തൻ്റെ സഭയും എന്നുള്ള അർത്ഥത്തിലാണ് അത് എന്നുള്ളത് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനാദിയായി മറഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? അതിൻ്റെ എനിക്ക് തോന്നുന്നു 9-ാം വാക്യം 11-ാം വാക്യം ഒക്കെ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ റെഫറൻസ്. അവിടെ കാണാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനാദിയായി മറഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ മർമ്മം അത് ക്രിസ്തുവും അവൻ്റെ സഭയും എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ ഇറ്റേണലായിട്ടുള്ള ദൈവത്തിൻ്റെ പർപ്പസിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ആൾക്കാർ കൈയടിക്കാനൊക്കെ കിട്ടി അവരെ പിടിച്ച് 4 പേരെ പിടിച്ച് ഒരു സഭയുണ്ടാക്കി എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ഒരു ഇറ്റേണൽ പർപ്പസിലായി കർത്താവ് അല്ലെങ്കിൽ ഈ വചനമാകുന്ന കർത്താവിൻ്റെ ഇറ്റേണൽ പർപ്പസിലുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെട്ടു പോകണ്ട എന്ന് ഞാൻ പറയുക. നോക്കിയാട്ടെ, അടുത്തത് പറയുന്നത് ഈ ജീവനെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് പറയുന്നത് ഈ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തെക്കുറിച്ചും നമുക്കറിയാം, നാച്ചുറലായിട്ടുള്ള വെളിച്ചമുണ്ട്, മറ്റു പല വെളിച്ചങ്ങളുമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക്, സത്യമായ അനുഭവത്തിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ആ വെളിച്ചത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഈ വെളിച്ചമിരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല എന്ന് അവിടെ എഴുതിയേക്കുക. ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം ദൈവത്തോടുകൂടായിരുന്നു. 3 കാര്യങ്ങളാണ് അവിടെ യോഹന്നാൻ നമുക്ക് പരിചയപ്പെടുന്നത്. വചനം, അടുത്തത് ജീവൻ, അടുത്തത് വെളിച്ചം. അതാ നമുക്കറിയാമല്ലോ, ഈ വചനം എന്ന് പറയുമ്പോൾ ദൈവത്തോടുകൂടി ദൈവമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു.
അപ്പം വചനം ഒരു ജീവനായിട്ട് നമ്മളിൽ വ്യാപരിക്കാനാണ്. നമുക്കറിയാമല്ലോ, ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുകയും ചെയ്യുമ്പം നമുക്ക് ലഭിക്കുന്നത് ആ ദൈവജീവനിൽ നമ്മൾ വളരുന്ന ഒരു അനുഭവമാണ് എന്നുള്ളതറിയാം. അപ്പം ആ വചനത്തിൽ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, ഇരുളോ അതിനെ ഈ ദൈവവചനത്തിൻ്റെ ആ ശക്തമായിട്ടുള്ള ആ വെളിച്ചത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പം, ചുരുക്കി പറയുക, ഏത് നിലയിലുള്ള ലോകത്തിൻ്റെ പൈശാചികമായിട്ടുള്ള ഏതെങ്കിലും നില ഇരുട്ടിന് നമ്മുടെ ഹൃദയത്തിലേക്ക് പിന്നെ കടന്നു വരാനായിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ ഇരുളിനുള്ള മറുപടി എന്ന് പറയുന്നത് വെളിച്ചം മാത്രമാണ്. അതിന് വേറെ ഒരു ഫിലോസഫിയോ വേറെ ഏതെങ്കിലും ഒന്ന് അതിന് പകരമാകത്തില്ല. ഇരുളിനെ നീക്കാൻ വെളിച്ചം തന്നെ വേണം. ചിലർ ചോദിക്കാറ്, ഇരുളിനെ സൃഷ്ടിച്ചതാരാ? വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പറയുന്നത്. ഇരുളിനെ പ്രത്യേകിച്ച് ആരും സൃഷ്ടിക്കണ്ട. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനമായിട്ട്, നമുക്ക് അതുപോലെ ജീവനായിട്ട് വെളിച്ചമായിട്ട് തീർന്ന ഈ കർത്താവിനെ ഓർത്ത് നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ നമുക്ക് ഉയർത്താം, അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വസിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് അഭംഗുരം, നമുക്ക് അനസ്യൂതം നമുക്ക് മുന്നേറാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.